ഹലോ ഗായ്സ്, ഇന്നൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ബൗളിൽ കുറച്ച് കടല എടുത്ത് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ കുതിർത്ത കടല നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് വേറൊരു ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 2 ചെറിയ സവാള അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള താണ്ട ഈ ഒരു പരുവായിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇടാം. പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തിളച്ച കറിയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളക്കിയൊന്നും വേണ്ട. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ചൂടാകുമ്പോൾ തന്നെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ കടലക്കറിയിലേക്ക് അത് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി. ദോശ, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്